മൈ ഫസ്റ്റ് സ്റ്റെപ്സ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും മലയാളത്തിലെ ചെറിയൊരു വിശദീകരണവും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെൻ വാസ് സുനിൽ ഗവാസ്കർ ബോൺ? എന്നാണ് സുനിൽ ഗവാസ്കർ ജനിച്ചത്? സുനിൽ ഗവാസ്കർ വാസ് ബോൺ ഓൺ 10th July 1949. സുനിൽ ഗവാസ്കർ ജനിച്ചത് 10th July 1949 ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് സുനിൽസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസൂറേക്കർ നോട്ടീസ് വെൻ ഹി കെയിം ടു സീ ദ ബേബി ഇൻ ഹോസ്പിറ്റൽ? സുനിൽ ഗവാസ്കർ ജനിച്ചെന്ന് നാരായണ മസാരക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അങ്കിൾ ഹോസ്പിറ്റലിൽ കാണാൻ വരികയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം? The uncle said that the baby had a little hole near the top of his left earlobe. It was distinguished mark in his case. അങ്കിള് കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോൾ ഇടത്തെ ചെവിയിലെ ഇയർലോബ്, അതായത് ഇതാണ് ഇടത്തെ ഇയർലോബിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് ചെറിയ ഒരു ഹോള്, ഒരു ദ്വാരം ഉള്ളതായി അങ്കിളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇറ്റ് വാസ് ഡിസ്റ്റിങ്വിഷ്ഡ് മാർക്ക് ഇൻ ഹിസ് കേസ്. അത് ശരിക്കൊരു പ്രത്യേകത ഉള്ള, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അത് സുനിൽ ഗവാസ്കറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള ഒരു ഹോളാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ എ, രണ്ട് പാർട്ടുണ്ട്, എ ആൻഡ് ബി. വാട്ട് വാസ് ദ ഹൊറിബിൾ തിങ് ദാറ്റ് ഹാപ്പൻഡ് ദ നെക്സ്റ്റ് ഡേ? അടുത്ത ദിവസം വീണ്ടും അദ്ദേഹം വന്നപ്പോൾ ഒരു ഹൊറിബിളായിട്ടൊരു സംഗതി സംഭവിച്ചു, അപായകരമായ ഒരു സംഗതി സംഭവിച്ചു. അതെന്താണ്? ദ നെക്സ്റ്റ് ഡേ സുനിൽസ് അങ്കിൾ saw that the baby had been exchanged with another. അടുത്ത ദിവസം കണ്ടത് കുട്ടീനെ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദ ചൈൽഡ് ഹാഡ് നോ ഹോൾ ഓൺ ഹിസ് ഇയർലോബ്. ആ മാറപ്പെട്ട കുട്ടി, ഇതെങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്? കുട്ടി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായത് ചെവിയിലുള്ള ഇയർലോബിലുള്ള അതിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള ഒരു ഹോള്, ദ്വാരം, ആ ദ്വാരം ആ കുട്ടിയിൽ കാണുന്നില്ല. അപ്പോൾ കുട്ടി മാറിയിട്ടുണ്ട് എന്നത് മനസ്സിലായി. അടുത്ത ചോദ്യം ബി, വേർ വാസ് ദ മിസ്സിംഗ് ചൈൽഡ് ഫൗണ്ട്? ഈ കാണാതായ കുട്ടി എവിടുന്നാണ് കിട്ടിയത് എന്നാണ്. ദ മിസ്സിംഗ് ചൈൽഡ് വാസ് ഫൗണ്ട് സ്ലീപ്പിംഗ് ബിസൈഡ് എ ഫിഷർ വുമൺ. ഒരു മീൻ തൊഴിലാളിയായിരിക്കുന്ന, മീൻ പിടുത്തക്കാരി അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന അല്ലെങ്കിൽ മീൻകാരി, മീൻ തൊഴിൽ ഉപജീവനമായിട്ട് കാണുന്നതാണ് ഫിഷർ വുമൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അപ്പോൾ ഈ കുട്ടി ഈ മീൻ തൊഴിലാളിയായ, മീൻകാരിയായ സ്ത്രീയുടെ ബെഡിനരികിൽ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. ആ സ്ത്രീക്കാണെങ്കിൽ ഷി വാസ് നോട്ട് അവെയർ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും അവർക്കില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നാലാമത്തെ ചോദ്യം, ഇഫ് നാൻകാക്ക ഹാഡ് നോട്ട് നോട്ടീസ്ഡ് ദ ഹോൾ ഓൺ ഹിസ് ഇയർലോബ് വേർ വുഡ് ഹി ബി ലിവിങ്? ഇപ്പം നാൻകാക്ക എന്ന് പറയുന്ന ഈ അങ്കിൾ ഈ ചെവിയിലുള്ള ദ്വാരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എവിടെയായിരിക്കും സുനിൽ ഗവാസ്കർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവുക? ഇതാണ് ചോദ്യം. If the mistake had not been detected, Sunil would have been living as a fisherman. അപ്പോൾ ഈ ഒരു അബദ്ധം, അതായത് കുട്ടി മാറി എന്ന അബദ്ധം കണ്ടെത്തിയത് ചെവിയിലുള്ള ഇയർലോബിലുള്ള ദ്വാരം ഉള്ളത് കൊണ്ടാണ്, അത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു അബദ്ധം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ സുനിൽ ഗവാസ്കർ ഇപ്പോൾ ഒരു മീൻ തൊഴിലാളിയായി ജീവിക്കുന്നുണ്ടായിരിക്കും. He would have never become എ ക്രിക്കറ്റർ ആൻഡ് ഓതർ. ഒരിക്കലും ഒരു ക്രിക്കറ്റ് കളിക്കാരനോ ഒരു എഴുത്തുകാരനോ ആവില്ലായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് വേർഡ്സ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ ദ സെയിം ആസ്. പാസേജിൽ നിന്ന് ഒരേ മീനിങ്ങുള്ള വേർഡുകൾ കണ്ടെത്തുക. ഇതിൽ താഴെ തന്ന വേർഡുകളുടെ സമാനമായ വേർഡുകൾ എന്തുണ്ട്? ഒറ്റ വാക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ. അതിൽ എ ബി സി ഡി നാലെണ്ണം ഉണ്ട്. എ ബി സി ഡി ഈ 4
വേർഡുകൾ തരുന്നുണ്ട്, മീൻസ് സെൻറ്റൻസ് ആയിട്ട് തരുന്നുണ്ട്. അതിൻ്റെ ഒരൊറ്റ പ്രയോഗം ഉണ്ടാകും, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് notice small details. Looking at things with great attention and noticing small details. വളരെ ശ്രദ്ധയോടെ ചില സംഗതികളെ നോക്കുകയും ചെറിയ വളരെ ചെറുതായിട്ടുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തുകയും ചെയ്യുന്ന ഇതിൻ്റെ ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു പ്രയോഗം എന്താണ്? ഈഗിൾ ആയിഡ്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്, പാസേജിലുള്ളതാണ്. ഈഗിൾ ആയിഡ്. അടുത്തത് അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല. അതെന്താണ്, അതിനൊറ്റൊരു വേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് പാസേജിലുണ്ട്. ഒബ്ലിവിയസ് എന്നാണ് ആ വേർഡ്. അടുത്ത നോക്കാം. അൺനോൺ നോർ വിൽ ബി നോൺ. അറിയുന്നില്ല, അറിയപ്പെടുകയില്ല, ആരും അറിയുകയുമില്ല. അങ്ങനത്തെ ഒരു വേർഡ് അൺനോൺ നോർ വിൽ ബി നോൺ. അറിയുകയോ അറിയപ്പെടുകയോ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ വേർഡ് എന്താണ്? ഒബ്സ്ക്യൂർ എന്നാണ്. പിന്നെ വരുന്നത് അടുത്ത ഡി വരുന്നത് എ ഷോർട്ട് പീരീഡ്. അതിൻ്റെ ഒരൊറ്റ വേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് വേർഡാണ്? ടെക്സ്റ്റിലി പാസേജിലുള്ളത് എക്സ്പെൽ. ഇതാണ് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. 5 ചോദ്യങ്ങളാണുള്ളത്, അതിൻ്റെ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അതിൽ 3 എ ആൻഡ് ബി ഉണ്ട്, 5-ാമത്തേൽ വേർഡ് കണ്ടെത്താനാണ് ABCD. ഇതിനൊരു ബ്രീഫ് ഡീറ്റെയിൽസ് തരാം. സുനിൽ ഗവാസ്കർ ഹോസ്പിറ്റലിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അങ്കിൾ നാരായണ മസുറാക്കർ എന്ന അങ്കിൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇടത്തെ ചെവിയുടെ ഇയർലോബിൻ്റെ, ഇതാണ് ഇയർലോബ് എന്ന് പറയുന്നത്, ഇതിൻ്റെ തൊട്ട് മുകളിലെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ദ്വാരം കണ്ടു. അതൊരു പ്രത്യേക അടയാളമായിരുന്നു, ഒരു പ്രത്യേകതയുള്ള ഒരു അടയാളമായിരുന്നു. പിറ്റേ ദിവസം ചെന്നപ്പോൾ കുട്ടി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഹോള് ആ കുട്ടിയിൽ കണ്ടില്ല. അങ്ങനെ തിരഞ്ഞപ്പോൾ ഒരു മീൻ തൊഴിലാളിയായിട്ട് ഫിഷർവുമൻ്റെ ബെഡിൽ സൈഡിൽ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവരാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലില്ല, അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യവുമില്ല. അങ്ങനെ അത് കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ സുനിൽ ഗവാസ്കർ ഇപ്പോൾ എവിടെയായിരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടാവും? ഒരു മീൻ തൊഴിലാളിയായി ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഒരു ക്രിക്കറ്ററോ ഒരു എഴുത്തുകാരനോ ആവില്ലായിരുന്നു എന്നതാണ് ഇതിൻ്റെ ടോട്ടൽ സാരാംശം. ഇനി നിങ്ങൾ ആ പാർട്ട് വായിക്കുന്ന സമയത്ത്, ആ പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന പാസേജ് വായിക്കുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് ചെയ്യുക. ഇതിൻ്റെ ആ ബ്രീഫ് ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Exam support. See you next. Thank you.